അമ്മ ഹസ്ബൻഡ് അറിയാതെ നെക്ലേസ് വിറ്റാണ് മകൾക്ക് ലാപ്ടോപ്പ് വാങ്ങി കൊടുത്തത്. ഒരു കല്യാണത്തിന് പോകാൻ വേണ്ടി ഹസ്ബൻഡ് അവളോട് അത് ഇട്ട് വരാൻ പറഞ്ഞു. അമ്മ അലമാറയിൽ പോയി അത് തിരയുന്നത് പോലെ ആക്ട് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. മകളും അങ്ങോട്ട് വന്നേ അത് എവിടെ പോയി എന്ന് തിരഞ്ഞുകൊണ്ടിരിക്കുകയാണ്. അത് വെച്ചാണ് നിനക്ക് ലാപ്ടോപ്പ് വാങ്ങിയതെന്ന് പറഞ്ഞു. ഇതെല്ലാം ഇഷയുടെ അച്ഛൻ കേട്ടിട്ട് അമ്മയെ പിടിച്ച് നല്ലോണം അടിച്ചു. അവസാനം ഇഷയോട് തന്നെ ആ ലാപ്ടോപ്പ് മുകളിൽ നിന്ന് താഴേക്ക് എറിയാൻ പറഞ്ഞു. ഇപ്പൊ ഭയങ്കര ടെൻഷനായി സ്കൂളിൽ ഇരിക്കുകയാണ്. ലാപ്ടോപ്പും പോയി ഗിറ്റാറും പോയി എന്ന് ചിന്തിച്ചുകൊണ്ടിരിക്കുമ്പോൾ അപ്പൊ അജിത്ത് വന്നാണ് അവളെ സമാധാനപ്പെടുത്തുന്നത്. എന്റെ അക്കൗണ്ടിൽ പേഴ്സണൽ കാര്യം കൊണ്ട് വീഡിയോ ഇടാൻ പറ്റില്ല എന്ന് പറഞ്ഞ് അപ്ലോഡ് ചെയ്യുമോ എന്ന് അവനോട് ചോദിച്ചു. ഇവനും പാസ്വേഡ് ചോദിച്ചു. അവളും അജിത്ത് എന്നാണ് പാസ്വേഡ് കൊടുത്തിരിക്കുന്നത്. വീട്ടിലേക്ക് പോയപ്പോൾ അച്ഛന് ഇഷയുടെ എക്സാം കഴിഞ്ഞാലുടൻ ഫാമിലിയായി നമുക്ക് സൗദി അറേബ്യയിലേക്ക് പോകാം. ഇഷയുടെ കല്യാണം 2 മാസത്തിനുള്ളിൽ ഉണ്ടാകുമെന്ന് പറഞ്ഞു. ഇത് കേട്ട് അച്ഛൻ ഉറങ്ങിയതിനു ശേഷം അമ്മയുടെ കൂടെ ഇരുന്ന് ചിന്തിച്ചു കൊണ്ടിരിക്കുമ്പോൾ ടിവിയിൽ മ്യൂസിക് ഡയറക്ടർ സത്യ എന്ന ഡയറക്ടറിന് ഡിവോഴ്സ് ആയി എന്ന് ന്യൂസ് കാണിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. ഇത് കണ്ട് അവൾക്ക് ഒരു ഐഡിയ കിട്ടി. അടുത്ത ദിവസം സത്യക്ക് കോൾ ചെയ്ത് ഞാനാണ് സീക്രട്ട് സൂപ്പർ സ്റ്റാർ, നാളെ ഞാൻ മുംബൈയിലേക്ക് വന്ന് നിങ്ങൾക്ക് വേണ്ടി പാട്ട് പാടി തരാമെന്ന് പറഞ്ഞു. ഇപ്പൊ അജിത്ത് ഹെൽപ്പ് ചെയ്തു. അമ്മ പോലും അറിയാതെ മുംബൈയിലേക്ക് ഫ്ലൈറ്റ് കയറിപ്പോയി. അവിടെ സത്യയെ മീറ്റ് ചെയ്ത് അയാൾക്ക് വേണ്ടി പാട്ട് പാടി കൊടുത്തു. അതിനുശേഷം അയാളോട് എനിക്കൊരു ഹെൽപ്പ് ചെയ്തു തരുമോ എന്ന് ചോദിച്ചു. എന്റെ അമ്മയ്ക്ക് ഡിവോഴ്സ് വാങ്ങി കൊടുക്കണമെന്ന് പറഞ്ഞു. അച്ഛന്റെ സൈക്കോത്തരങ്ങളെല്ലാം പറഞ്ഞു കൊടുത്തു. വക്കീലിനെ മീറ്റ് ചെയ്യണമെന്ന് പറഞ്ഞു. അതുകൊണ്ട് വീണ്ടും മുംബൈയിലേക്ക് വന്നു. വലിയ വക്കീലിനെയും മീറ്റ് ചെയ്തു. അവളും ഡിവോഴ്സ് നോട്ടീസ് ഉണ്ടാക്കി ഇത് അമ്മയുടെ അടുത്ത് കൊണ്ടുവന്ന് സൈൻ ചെയ്യാൻ പറഞ്ഞു. അതിനായി മുംബൈയിലേക്ക് ഫ്ലൈറ്റ് കയറിപ്പോയി എന്നതൊക്കെ അറിഞ്ഞതും അമ്മയ്ക്ക് നല്ല ദേഷ്യം വന്നു. എന്റെ അടുത്ത് പോലും പറയാതെ നീ കുറെ കാര്യങ്ങൾ ചെയ്തു, നിന്നോട് ഞാൻ എല്ലാം പറയുന്നതല്ലേ, എന്നിട്ട് നീ എന്നോടൊന്നും സംസാരിച്ചത് പോലുമില്ല എന്ന് പറഞ്ഞ അമ്മ വീണ്ടും അവളോട് സംസാരിക്കാതെയായി.